ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടട്ടെ. ഷാലോം പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട രഹസ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ്, അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈ ധ്യാനചിന്ത. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വചനങ്ങളിലൂടെ നാം കണ്ടതാണ്, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന രഹസ്യം തൻ്റെ വിശുദ്ധർക്ക് ദൈവം വെളിപ്പെടുത്തി. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. ഇതാണ് ആ രഹസ്യം. ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നാം ഒരു പരാജയമാണ്. 2 കൊരിന്തോസ് 13:5 നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് എന്ന തിരിച്ചറിവിൽ മാത്രമേ ഈ ലോകത്തിലെ എല്ലാ ശത്രുക്കളെയും നമുക്ക് പരാജയപ്പെടുത്താനാവുകയുള്ളൂ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. സഭയ്ക്കെതിരെ നിൽക്കുന്നത് ഒറ്റ തിന്മ മാത്രമേ ഉള്ളൂ, അത് സാത്താന്യ നാരകീയ ഉപദ്രവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുറത്തുള്ളവനേക്കാളും ശക്തനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇതാണ് സ്വർഗരാജ്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവരാജ്യം. അങ്ങനെയെങ്കിൽ ദൈവം നിൻ്റെ ഹൃദയത്തിൽ വസിച്ചാൽ ഈ ഹൃദയത്തിൻ്റെ പേരാണ് സ്വർഗരാജ്യം. ഇതായിരുന്നു ഈശോയുടെ മെസ്സേജ്, ഇതായിരുന്നു ഈശോയുടെ ജീവിത സന്ദേശം, സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യം തലയ്ക്ക് പിടിച്ചാൽ, ഈ ദൈവരാജ്യം തലയ്ക്ക് പിടിച്ചാൽ പിന്നീട് നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാനാകും, ജീവിതം അർത്ഥപൂർണമാകും. അതാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുവന്നത്. എന്താണ് സ്വർഗരാജ്യം എന്ന് പൗലോസ് ശ്ലീഹായും വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനം. എന്താണ് സ്വർഗരാജ്യമെന്ന് ക്രിസ്തുവും നമ്മെ പരിശുദ്ധാത്മാവിൽ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിലൂടെ റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. ഇതിൽ നമ്മൾ എന്താണ് നീതി? ദൈവത്തിൻ്റെ അനുകമ്പാർദ്രമായ കരുണയാണ് നീതി. അർഹിക്കാത്തതുപോലും അർഹിക്കാത്തവർക്ക് നൽകുന്ന അനുകമ്പയാണ്, സ്നേഹമാണ്, ഔദാര്യമാണ്, ഹൃദയവിശാലതയാണ് എന്ന് നാം കണ്ടു. എന്താണ് സമാധാനം? ദൈവം നമുക്ക് ഹൃദയത്തിൽ തൊട്ടുതരുന്ന ദൈവിക ശക്തിയാണത്. അതുകൊണ്ട് തന്നെ ഈശോയുടെ ജീവിതശൈലികൾ നാം കണ്ടു. ഒരിക്കൽ പോലും കലഹപ്രിയനായിരുന്നില്ല ഈശോ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കലഹവും സമാധാനവും ഒന്നിച്ചു പോകില്ല. കലഹപ്രിയനായിരുന്നാൽ ദൈവരാജ്യത്തിൻ്റെ ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രകടമാവില്ല. അതുകൊണ്ട് നീതിയും സമാധാനവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അംശം നമ്മിലുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. 3-ാമത്തെ കാര്യമാണ് ഈ ഒരു ധ്യാനചിന്തയിൽ നമ്മൾ കാണുന്നത്. അത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്, പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷം. അത് വെറും ഒരു അട്ടഹാസമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചെറു പുഞ്ചിരിയാണത്, മധുരതരമായൊരു പുഞ്ചിരി. പ്രിയമുള്ളവരെ, അതൊരു പോസിറ്റീവ് എനർജിയാണ്, ആരെയും ആകർഷിക്കുന്ന ഒരു സൗമ്യമായ, ദീപ്തമായ, മധുരമായ ക്യാരക്ടർ. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ ചെറു പുഞ്ചിരി ഉള്ളിൽ തട്ടിക്കിട്ടിയപ്പോൾ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഇതെങ്ങനെയാണ് കിട്ടുക? ഈശോ പഠിപ്പിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. ഈ ആനന്ദവും സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. സന്തോഷം, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, പൊട്ടിച്ചിരികളൊക്കെ എന്ന് പറയുന്നത് അത് കിണർ കണക്കാണ്. കിണർ വറ്റിപ്പോകും. പക്ഷേ ആനന്ദം എന്ന് പറയുന്നത് ഉറവ കണക്കെയാണ്. അതൊരിക്കലും വറ്റില്ല, അത് നിരന്തരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഏത് പ്രതിസന്ധികളിലും ഉള്ളിലെ ഈ ചെറു പുഞ്ചിരി എപ്പോഴും മുഖത്ത് തെളിഞ്ഞു കിട്ടുക. പ്രിയപ്പെട്ടവർ, അങ്ങനൊരു അവസ്ഥയുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഈ ബൈബിളിൽ ഇത് പറയില്ലായിരുന്നു. ഈ വചനം നമ്മളെ ഒരിക്കലും ചതിക്കില്ല. ഏത് പുസ്തകവും നമ്മളെ ചതിച്ചാലും ഈ പുസ്തകം നമ്മൾക്ക് വിശ്വസിക്കാം.
സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ, നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവസാന്നിധ്യം കെട്ടുപോകരുത്. ഈ ദൈവസാന്നിധ്യം കെട്ടുപോകരുത്. ഇത് ദൈവസാന്നിധ്യത്താൽ മാത്രമാണ് ഈ ചെറുപുഞ്ചിരി ഉണ്ടാകുക, ഈ ആനന്ദമുണ്ടാകുക, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ടാകുക. സ്നേഹമുള്ളവരെ, നമുക്ക് പഴയ നിയമത്തിൽ മന്നായെക്കുറിച്ചുള്ള സംഭവം നമുക്കറിയാം. വാഗ്ദത്ത നാട്ടിലേക്ക് പോയ ജനത പട്ടിണി കിടന്നപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത മന്ന, അത് ദൈവം കൊടുത്ത സ്വർഗത്തിലെ അപ്പമായിട്ടാണ് അവർ കണ്ടത്. ഈ മന്ന പക്ഷേ ദൈവം പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞാൽ ഈ മന്ന പുഴുവരിക്കും. അതുകൊണ്ട് അവരവർക്ക് ആവശ്യമുള്ളത് അന്നന്നേക്ക് വേണ്ടത് ചാക്കുകളിലോ പാത്രങ്ങളിലോ ശേഖരിക്കുക, അപ്പം ഉണ്ടാക്കുക, കഴിക്കുക. അടുത്ത ദിവസത്തേക്ക് ആരും ശേഖരിച്ച് വെക്കരുത്. അടുത്ത ദിവസത്തേക്ക് ശേഖരിച്ച് വെച്ചാൽ അത് പുഴുവരിക്കും. ചില ആളുകളൊക്കെ അതിനൊക്കെ മുതിർന്നു. അതൊക്കെ ബൈബിളിൽ നാം കാണുന്നുണ്ട്. അടുത്ത ദിവസം നോക്കുമ്പോൾ അവരുടെ വീട്ടിലുള്ളിലൂടെ, അവരുടെ ബെഡിലൂടെയൊക്കെ പുഴുക്കൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ മന്നായ്ക്ക് ലൈഫ് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, മന്നായുടെ ലൈഫ്, മന്നയുടെ ആയുസ് 24 മണിക്കൂർ. പക്ഷേ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, മോശെ, ഈ യാത്രയുടെ അടയാളമായി നിങ്ങൾക്ക് കിട്ടിയ മന്ന നീ എടുത്ത് ഒരു സ്വർണ്ണ കലശത്തിൽ, വാഗ്ദാന പേടകത്തിൻ്റെ 3 അറകളുണ്ട്, അതിൽ ഒരറയിൽ സൂക്ഷിക്കണം. ഇതൊരു അടയാളമാണ്, ഇതൊരു സാക്ഷ്യമാണ്. നീ ഈ മന്ന എടുത്ത് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു അറയിൽ, ഒരു സ്വർണ്ണ കലശത്തിൽ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂർ മാത്രം ആയുസ്സുള്ള ഈ മന്ന, പക്ഷേ ഈ ജനം 40 വർഷം നടന്ന മരുഭൂമിയിലൂടെ വാഗ്ദത്ത നാട്ടിലെത്തി ഈ വാഗ്ദാന പേടകം അവരുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴും ഈ മന്നയ്ക്ക് മാത്രം കേട് സംഭവിക്കുന്നില്ല, ഇത് പുഴുവരിക്കുന്നില്ല. എന്തേ അങ്ങനെ? കാരണം ഈ മന്നയെ കേടുകൂടാതെ സൂക്ഷിച്ചത് ഇതിന് മുകളിലുള്ള ദൈവ സാന്നിധ്യമാണ്. കാരണം വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ കൃപാസനത്തിൽ കെരൂബുകളുടെ മധ്യേ എഴുന്നള്ളി വരുന്ന ദൈവമുണ്ട്. ഈ ഡിവൈൻ ടച്ചാണ് ഈ മന്നയെ കെട്ടുപോകാതെ, കേടുകൂടാതെ സൂക്ഷിച്ചത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ പെട്ടെന്ന് പുഴുവരിച്ചു പോകും. പക്ഷേ ഈ ഡിവൈൻ ടച്ചുള്ള ഒരാനന്ദമുണ്ട്. അതുള്ളിൽ തൊട്ട് കിട്ടിയാൽ, അതാണ് വിശുദ്ധരുടെ ജീവിതം. ജീവിതത്തിൻ്റെ ഏതു സഹനങ്ങളിലും പ്രതിസന്ധികളിലും പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും നിന്ദനങ്ങളും പരിഹാസങ്ങളും ശിക്ഷകളും ശിക്ഷണ നടപടികളും ഒരു സമൂഹം മുഴുവൻ അവർക്കെതിരെ കലഹിച്ചപ്പോഴും വിശുദ്ധരൊക്കെ വിശുദ്ധരായി നിന്നത് ഈ ചെറുപുഞ്ചിരി ഉള്ളിൽ തട്ടിക്കിട്ടിയതുകൊണ്ടാണ്. അത് സാധാരണ ലൈഫിൽ നിന്നുള്ള ഒരു ഉയർന്ന ജീവിതമാണ്. ഇതാണ് സ്വർഗരാജ്യം. സ്നേഹമുള്ളവരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതവും ഇതാണ്. സങ്കീർത്തനം 35-ാം സങ്കീർത്തനത്തിൻ്റെ 27-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 35-ാം സങ്കീർത്തനം അതിൻ്റെ 27-ാം വാക്യം. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ചാർപ്പിടട്ടെ. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ദൈവനീതി, ദൈവമേ നീതി സ്ഥാപിച്ചു കിട്ടണം. കോടതി വഴക്കുകളിലാണ്, കലഹങ്ങളിലാണ്, മറ്റു പലരോടും പ്രശ്നങ്ങളിലാണ്. പക്ഷേ എനിക്ക് നീതി കിട്ടാതെ പോകുന്നു. ദൈവമേ, എനിക്ക് നീതി കിട്ടണം. ദൈവം പറയാണ്, ഒരുവന് നീതി കിട്ടണമെങ്കിൽ, എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ടത് ആനന്ദിച്ച് ആർപ്പിടട്ടെ. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആനന്ദം കൊണ്ട് നടക്കാനാവണം. സ്വാഭാവികമായിട്ടും നീതി നമ്മളെ തേടിയെത്തും, നീതി നമ്മുടെ കൂടെ നിൽക്കും. ഇതാണ് ദൈവത്തിൻ്റെ വചനം. എന്നിട്ട് അടുത്ത വചനം ഇതാണ്: തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ്. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രേയസ്, ഐശ്വര്യം, അനുഗ്രഹം. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ടായാൽ, ഒരു സന്തോഷമുണ്ടായാൽ, ഒരു ശ്രേയസ് ഉണ്ടായാൽ, ഒരു ഐശ്വര്യമുണ്ടായാൽ ആദ്യമേ കൈയടിക്കുന്നത് ആരാണെന്നാണ് ബൈബിൾ പറയുന്നതെന്ന് അറിയാമോ?
ആദ്യമേ കൈയടിക്കുന്നത് ദൈവമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദൈവമാണെന്ന്. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുള്ള് A+ കിട്ടിയാൽ അതൊരു ശ്രേയസ്സാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ 4 പേരെന്ന് അഭിനന്ദിക്കുമ്പോൾ അതൊരു ശ്രേയസ്സാണ്. അപ്പോൾ ദൈവം കൈയടിക്കുമെന്ന്. നമുക്ക് ആദ്യ ശമ്പളം കിട്ടുമ്പോൾ, നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ, നമുക്ക് നല്ലൊരു വീട്, അതിൻ്റെ വെഞ്ചരിപ്പുകൾ നടക്കുമ്പോൾ കർത്താവ് കൈയടിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സ്വർഗത്തിൽ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നും ബൈബിൾ പറയുന്നുണ്ട്. 99 നീതിമാന്മാരെക്കാൾ എന്നതിലധികമായി അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥത്തിൽ കുറവുകളെക്കുറിച്ച് അനുതപിക്കുന്ന, ദൈവസ്നേഹത്താൽ എരിഞ്ഞ് എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചോ എന്നൊന്ന് വേദനയോടെ ഏറ്റുപറഞ്ഞാൽ, അപ്പോൾ സ്വർഗം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കയ്യടിയോടുകൂടി നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരും. പ്രിയപ്പെട്ടവരെ, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന ഒരു കർത്താവാണ്. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. നമ്മുടെ സന്തോഷം കർത്താവിൻ്റെയും സന്തോഷമാണ്. നമ്മളുടെ ഏത് കാര്യത്തിൽ സന്തോഷിക്കുന്നു അപ്പോഴൊക്കെ വിഷാദപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പം സന്തോഷിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയാരവം കൊണ്ടും നിറയ്ക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മുടെ വാ പൊട്ടിച്ചിരി കൊണ്ട്. ചില ആളുകളെ കാണുമ്പോൾ സങ്കടം തോന്നും, വിഷാദപ്പെട്ട് മെലങ്കൊളിക്കായിട്ട് ഒരു ലോങ് ഫേസോടുകൂടിയൊക്കെ ജീവിക്കുന്ന ആളുകൾ, ഒരിക്കൽ പോലും ഒന്ന് ചിരിക്കാൻ മറന്നു പോകുന്ന ആൾക്കാർ. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ദൈവം പറയാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. എന്ത്? ചിരിക്കാൻ പറ്റുക, സന്തോഷിക്കാൻ പറ്റുക, ആനന്ദിക്കാൻ പറ്റുക, സൗഹൃദങ്ങൾ പങ്കിടാൻ പറ്റുക, ഈ കുഞ്ഞു ജീവിതത്തിൻ്റെ മധുരം നുണയാൻ പറ്റുക, ദൈവം കയ്യിലേക്ക് തന്നതിൻ്റെ മഹത്വം കാണുവാൻ, ഈ നിറവർണ്ണങ്ങളുള്ള ഈ ചക്രവാളത്തിൽ, ഈ നീലഗ്രഹത്തിൽ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ നന്മ കാണുവാൻ, എൻ്റെ വീടിൻ്റെ, കുഞ്ഞു വീടിൻ്റെ, എൻ്റെ ബന്ധങ്ങളുടെ, എൻ്റെ സുഹൃതങ്ങളുടെ നന്മയും നേരും കാണുവാൻ എനിക്ക് സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കണ്ണുകൾ മൂടപ്പെടരുത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സക്കറിയായുടെ പുസ്തകം 8-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ദൈവം പറയുന്നൊരു സുന്ദരമായ മറ്റൊരു വചനമുണ്ട്. സക്കറിയ അതിൻ്റെ 8-ാം അധ്യായം 5-ാം തിരുവചനം. അതായത്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ പ്രായമായ കണക്കെ ആയിത്തീരാറുണ്ട് ഈ ഇടയിൽ. ചിലരെയൊക്കെ കാണുമ്പോൾ എന്തോ ഗൗരവമാണ്. പുസ്തകപ്പുഴുക്കളായിട്ട് മാത്രം ജീവിക്കുന്ന ആളുകൾ, കമ്പ്യൂട്ടറിന് മാത്രം അടിമകളായി കഴിയുന്നവർ, മൊബൈലിന് മാത്രം അടിമകളായി അവരുടെ ലോകത്ത് ആർക്കും എൻട്രി ഇല്ലാതെ ജീവിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. പക്ഷേ ദൈവത്തിന് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പുതിയ ജെറുസലേമിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? പുതിയ ജെറുസലേമിനെക്കുറിച്ച് സക്കറിയ 8:5, കളിച്ചുല്ലസിക്കുന്ന ബാലികാബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും. അതായത് ദൈവം പറയാണ്, എൻ്റെ പുതിയ ജെറുസലേമിൽ കളിച്ചുല്ലസിക്കുന്ന ബാലികാബാലന്മാരെ കൊണ്ട് എൻ്റെ നഗരവീഥികൾ നിറയുമെന്ന്. എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടി സന്തോഷത്തോടെ ആനന്ദത്തോടെ നടക്കുന്നത് കാണാൻ കൊതിയാണ്. പുതിയ ജെറുസലേം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കളിച്ചുല്ലസിക്കുന്ന ബാലികാബാലന്മാരെ കൊണ്ട് നിറയുന്ന നഗരവീഥികളുമായിട്ടാണ്. അതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. പ്രിയപ്പെട്ടവരെ, സ്കാൻ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഈ ഒരു ആനന്ദം ഉള്ളിൽ ഉണ്ടോ? ഒരു പക്ഷെങ്കിൽ ആനന്ദിക്കാൻ പറ്റുന്ന കാരണങ്ങളൊന്നും ജീവിതത്തിലില്ല എന്ന് തോന്നിയേക്കാം. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും കടബാധ്യതകളും ഒക്കെ ഉണ്ടാകാം. ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദം, അത് ഹൃദയത്തിൽ ദൈവം തരുന്ന ഒരു വരമാണ്, ദാനമാണ്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. കാരണം ദൈവവചനം പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ആണ്. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെയാണ് കിട്ടുക ഈ ആനന്ദം?
നാം ചില ബോധ്യങ്ങൾ കൈവരുത്തിയാൽ ഈ ആനന്ദത്തിൻ്റെ വഴികൾ, ജപവഴികൾ, സന്തോഷത്തിൻ്റെ വഴികൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഈ സ്പർശനം, നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഈ ഇടപെടൽ ദൈവം ആദ്യമേ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന 2 പാഠങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് കാണാം. അതായത് എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓഹരിയുണ്ട്. ഈ പരിശുദ്ധാത്മാവിലാണ് നമുക്ക് സന്തോഷിക്കാനാവുക. ഇത് ലോകത്തിൻ്റെ ജഡത്തിൻ്റെ സന്തോഷമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളത് കൊണ്ട് നമ്മിൽ തിളച്ച് നമ്മിൽ തുളുമ്പി നിൽക്കുന്ന, തുളുമ്പി കവിയുന്ന ആനന്ദമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഉറവ കണക്കെയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ? നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 22-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. 2 കൊറിന്തോസ് 1-ാം അധ്യായം 22-ാം തിരുവചനം. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രദ്ധിച്ചോ? വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുന്നത് അച്ചാരമായിട്ടാണ്. ആ വാക്ക് ശ്രദ്ധിച്ചോ, അച്ചാരം. ആ വാക്കിൻ്റെ ഗ്രീക്ക് അറബോൺ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. അറബോൺ. എന്താണ് ഈ അച്ചാരം? പകിടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പകിടി, ഇൻസ്റ്റാൾമെൻറ്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഉദാഹരണത്തിന് നമുക്കൊരു വീട് വാങ്ങിക്കണം. ആ വീട് കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പുതിയൊരു വീട് പണിതിട്ടിരിക്കുകയാണ്. ആ വീട് കയറി കണ്ടപ്പോൾ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി ഈ വീട് ആർക്കും വിറ്റ് പോകരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു 10,000 രൂപ ആ വീട്ടുകാരന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വീട് ഞങ്ങൾക്ക് വേണം, ഞങ്ങളൊരു 6 മാസത്തിനുള്ളിൽ മുഴുവൻ തുകയും തന്ന് എഴുതിക്കൊള്ളാം. ഈ കൊടുത്ത 10,000 രൂപയുടെ പേരാണ് എന്ത്? അച്ചാരം, പകിടി. പൗലോസ്ലീഹ പറയുകയാണ്, ദൈവം തൻ്റെ ആത്മാവിനെ അച്ചാരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ പകിടി കൊടുത്ത് വാങ്ങിച്ചു. ദൈവം നമ്മളെ പകിടി കൊടുത്ത് വാങ്ങിച്ചു. ഇനി ആർക്കും നമ്മളിൽ അവകാശമില്ല. ഇനി ആർക്കെങ്കിലും കൊടുത്താൽ എഗ്രിമെൻ്റ് തെറ്റിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് നമ്മളെ വാങ്ങിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ ദൈവത്തിനാണ് ആഗ്രഹം. എന്ത്? നമ്മിൽ ഈ ആത്മശക്തി നിറയണം, നമ്മിൽ ദൈവം വസിക്കണം, നമ്മെ ദൈവത്തിന് സ്വന്തമാക്കണം, നിത്യതയിലെത്തിക്കണം. ഇത് നമ്മളുടെ ആഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നതല്ല. ദൈവത്തിനാണ് ആഗ്രഹം, നമ്മളെ വേണം. നമ്മളെ കൂടാതെ ദൈവത്തിന് പറ്റില്ല. നമ്മളെ കൂടാതെ ദൈവത്തിന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. വീണ്ടും മറ്റൊരു വാക്ക് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം. വചനം ഇതാണ്: സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും. അതായത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആദ്യഫലം, നമുക്കറിയാം പള്ളിക്കൊക്കെ ആദ്യവളവ് നമ്മൾ കൊടുക്കും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കുരുമുളക് കിട്ടി, അത് പള്ളിക്ക് കൊടുക്കുകയാണ്. പക്ഷേ പള്ളിക്ക് കൊടുക്കുന്ന 1 കിലോ ആയിരിക്കും, നമുക്ക് കിട്ടിയത് 100 കിലോ ആയിരിക്കും. പക്ഷേ ഈ 1 കിലോ കുരുമുളക് കൊടുത്തപ്പോൾ ഈ 100 കിലോ കുരുമുളകും ദൈവത്തിന് കൊടുത്തതായിട്ടാണ് ദൈവം വരവ് വെക്കുന്നത്.
അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ആദ്യ ഫലമായ ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ആദ്യ ഫലം, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് കണക്കെ ആദ്യത്തെ പോർഷൻ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് മുഴുവനും നമുക്ക് അവകാശപ്പെട്ടതാണ്. ദൈവത്തിന് നമ്മളെ വേണം. ദൈവം ആദ്യമേ ഈ ആത്മാവിനെ തന്ന് നമ്മളെ നേടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം. പ്രിയപ്പെട്ടവരെ, പല ആളുകളും വിഷാദപ്പെട്ട് ദുഃഖിച്ചൊക്കെ നടക്കുമ്പോൾ ഈ ഒരു ബോധ്യമുള്ളിൽ വേണം, ദൈവം തൻ്റെ ആത്മാവിനെ, ആനന്ദത്തിൻ്റെ ഉറവിടമായ, സന്തോഷത്തിൻ്റെ കാരണമായ ആത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിഷാദപ്പെട്ട് നടക്കേണ്ട കാര്യമില്ല. സങ്കീർത്തകൻ വ്യക്തമായി പറഞ്ഞു, സങ്കീർത്തനം 77:10. എന്താണ് ദുഃഖത്തിൻ്റെ കാരണം? ഒരുവൻ ദുഃഖിച്ചിരിക്കാൻ, വിഷാദപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? സങ്കീർത്തനം 77:10, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ മാനിഫെസ്റ്റ് ചെയ്യാത്തതാണ് ദുഃഖത്തിൻ്റെ കാരണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ആത്മനിറവിനെക്കുറിച്ച് ധ്യാനിക്കുക. ഇവിടെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ ശക്തിയെക്കുറിച്ച് ചിന്തിക്കണം. സ്വാഭാവികമായിട്ടും ഈ ശക്തി ഉണരുമ്പോഴാണ് നമുക്ക് ഈ ചെറുപുഞ്ചിരി ഉണ്ടാകുക, ഉറവ കണക്കെ ജീവിതമാകുക. എല്ലാവരുടെയും മുൻപിൽ ചെറുപുഞ്ചിരിയോടെ നിൽക്കാനാവുന്നത് ഈ ആത്മനിറവ് കൊണ്ടാണ്. ഇതിന് വേറെ കുറുക്കുവഴികളൊന്നുമില്ല, മറിച്ച് ദൈവത്തിൻ്റെ അനന്തമായൊരു ജീവൻ നമ്മിൽ പ്രവേശിക്കുക. അതുകൊണ്ടാണ് 2 കൊരിന്തോസ് 5:17, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നു പോകും, പുതിയത് വന്നു കഴിയും. അതിനാൽ പൗലോസ്ലീഹ ജീവിതത്തിൻ്റെ ഒരുപാട് വേദനകൾക്കിടയിലും പറഞ്ഞ മറ്റൊരു വചനമാണ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം. എന്താണെന്നറിയാമോ? ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു. സന്തോഷത്തിന് ഒരു കാരണവും ഒരു വകയുമില്ല. അടിയോടടിയാണ്, ഓട്ടത്തോടോട്ടമാണ്, പട്ടിണിയും ഉപവാസവുമാണ്. കൂടാതെ താൻ സ്ഥാപിച്ച സഭയിലെ ആൾക്കാർ തന്നെ പൗലോസിനെ തൻ്റെ സിനഗോഗിൻ്റെ മുൻപിലൂടെ വലിച്ചിഴയ്ക്കുന്നതും തല്ലുന്നതും, പല കാരണങ്ങൾ കൊണ്ടും നീ ഒരു അപ്പോസ്തലനാണോ എന്ന് ചോദിക്കുന്നതും, അദ്ദേഹത്തെ കടലിൽ കപ്പലപകടങ്ങളിൽ പലയാവർത്തി അദ്ദേഹം തണുത്തുറഞ്ഞ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നതുമൊക്കെ നമുക്ക് ബൈബിളിൽ വായിക്കാൻ പറ്റും. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ദുഃഖിതരെ പോലെ കാണപ്പെടുന്നെങ്കിലും സദാ സന്തോഷിക്കുന്നു. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. അതിനാൽ ഈ ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, ഒരു വചനം കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ ചിന്തകളെ സമാപിപ്പിക്കാം. യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യമാണ്. യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുക: ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ഞാനും എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങളും നിങ്ങളുടെ കുടുംബം അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മാറും. അത്ഭുതങ്ങൾ തിരഞ്ഞ് ധ്യാനകേന്ദ്രങ്ങളിൽ പോകേണ്ടതില്ല, അടയാളങ്ങൾ തിരഞ്ഞ ആളുകളെ കാണേണ്ടതില്ല. മറിച്ച് ഞാനും എൻ്റെ സന്തതികളും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മാറും. എപ്പോഴാണെന്നറിയാമോ? ബിക്കോസ് ദ ഗോഡ് ഓഫ് സയൺ വിൽ ഇൻഡ്വെൽ ഇൻ യു. സിയോനിലെ ദൈവം നിൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നീ ഇസ്രായേലിലെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മാറും. പ്രിയപ്പെട്ടവർ, ഇതിനാണ് നമ്മുടെ വിളി, ഇതാണ് ആനന്ദത്തിൻ്റെ കാരണം. ദ പവർ ഓഫ് ഗോഡ് വിത്തിൻ യു. നമ്മൾ തന്നെ അത്ഭുതങ്ങളായി മാറും, അടയാളങ്ങളായി മാറും. ഈ ദൈവത്തിൻ്റെ പ്രകാശസ്തംഭത്തിൻ്റെ അഗ്നിത്തണലിൻ്റെ കീഴിൽ നടന്നപ്പോൾ ഈ ജനം കണ്ട അത്ഭുതങ്ങൾ കണ്ടോ?
ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ തണലിൽ നടന്ന ഈ മനുഷ്യർ കണ്ട അത്ഭുതങ്ങൾ എന്തും മാത്രമാണ്. ചെങ്കടൽ വിഭജിക്കുന്നത്, മന്ന നൽകപ്പെടുന്നത്, മാറായിലെ കയ്പ് വെള്ളം മധുരമാകുന്നത്, പാറയിൽ നിന്ന് വെള്ളം കിട്ടുന്നത്, ശത്രുക്കൾ തറപറ്റുന്നത്, വാഗ്ദത്ത നാട് കീഴടക്കുന്നത്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. ജെറിക്കോ കോട്ട തകരുന്നത്, അവർ കണ്ടത് അത്ഭുതങ്ങളാണ്. കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് ഓഫ് ദ ഗോഡ് ഓഫ് സയൺ ഹു ഇൻഡ്വെൽ in them. Because the God of Zion will walk with them. ദൈവം അവരോടൊപ്പം നടക്കുകയാണ്. ഇമ്മാനുവേൽ. ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ എന്തോരം അത്ഭുതങ്ങളാണ്. ഈശോയെ തൊട്ടവരും ഈശോ തൊട്ടവരും സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. കാരണം the presence of God with us. ശിഷ്യന്മാർ ആനന്ദിച്ച് തുള്ളിച്ചാടുകയാണ് ഇതൊക്കെ കണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, 4 ദിവസങ്ങളിലും സംസാരിച്ചത് 4 കാര്യം. ഒന്ന്, ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യം. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മളോടൊപ്പമാണ്, ഉള്ളിലാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ദൈവരാജ്യം? ദൈവം വസിക്കുന്നിടമാണ് ദൈവരാജ്യം. ഈശോ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ്. എന്താണ് ഈ ദൈവരാജ്യത്തിൻ്റെ നിർവചനം? പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. 14-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനം. റോമർ 14:17 പൗലോസ് ശ്ലീഹ പറഞ്ഞു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, മറിച്ച് അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതി എന്താണ്? ദൈവത്തോട് ചേർന്ന് നിന്ന് അനുകമ്പാർദ്രമായ നനവുള്ളൊരു ഹൃദയം രൂപപ്പെടുത്തുന്നതാണ് നീതി. മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുന്നതാണ് നീതി. സമാധാനം എന്താണ്? കലഹപ്രിയനാകാതെ ജീവിക്കാൻ ശീലിക്കുന്നതിൻ്റെ പേരാണ് സമാധാനം. എങ്കിൽ മാത്രമേ ദൈവശക്തി പ്രകടമാവുകയുള്ളൂ. ബന്ധങ്ങൾ മുറിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതാകും. പ്രിയപ്പെട്ടവരെ, വീണ്ടും 3-ാമത് ഇന്ന് നാം കണ്ടു പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ആനന്ദം. അതൊരു ചെറു പുഞ്ചിരിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഉറവ കണക്കെ തെളിഞ്ഞു വരേണ്ടതാണ്. അത് നമുക്ക് കിട്ടുവാൻ അവകാശം നമുക്കുണ്ട്. കാരണം ആദ്യ ഫലമായി, അച്ചാരമായി ഈ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആനന്ദത്തോടെ ഈ ജീവിതം പൂർത്തിയാക്കാൻ ദൈവം ഇടവരുത്തട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.